ഹായ് എവരിവൺ, ദിസ് ഇസ് ജെബിൻ സി ഫ്രം AXMR. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസിൻ്റെയും നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെയും നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ ധ്യാൻ ശ്രീനിവാസിൻ്റെയും പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഉണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. இது ஒரு கலைஞனோட கை. கூடிய சீக்கிரமே மிகப்பெரிய வெற்றி வரப்போகுது உங்களுக்கு. മേരിലാൻഡ് ആണ് സിനിമ പ്രൊഡക്ഷൻ പ്രസന്റ് ചെയ്യുന്നത്. പ്രണവ് മോഹൻലാൽ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് ഹൃദയം. നമുക്കറിയാം ഈ പറഞ്ഞ വിനീത് ശ്രീനിവാസനും ആ ഒരു പ്രണവ്ലാലിൻ്റെ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാലിൻ്റെ അടുത്ത പടം, ലാസ്റ്റ് ഇറങ്ങിയ പടമാണ് ഹൃദയം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. കോടമ്പക്കത്ത്. ഈ കോടമ്പക്കത്ത് തന്നെയാണ് സെയിം നമ്മുടെ ഹൃദയത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ വിനീതേട്ടൻ ചെന്നൈ സെറ്റിൽ അല്ലെങ്കിൽ ചെന്നൈ ബേസ്ഡ് ആയതുകൊണ്ടായിരിക്കും മിക്കവാറും ഇപ്പോൾ എല്ലാ പടവും ചെന്നൈ അല്ലെങ്കിൽ കോയമ്പത്തൂർ തമിഴ്നാട് ബേസ്ഡ് ആയിട്ട് പോകുന്നത്. ചിലപ്പോൾ ആവാതിരിക്കാൻ അറിയില്ല. പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ആ ഒരു ഓപ്ഷൻസ് അല്ല, ട്രെയിനിൻ്റെ ആ ഒരു സീക്വൻസും ഷോർട്ട്സൊക്കെ കാണിക്കുമ്പോൾ പഴയ ട്രെയിൻ, അതുപോലെ കളർ ഗ്രേഡിങ്ങും കുറച്ച് യെല്ലോ ടോണാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ യൂഷ്വൽ ഇപ്പോൾ കാണുന്ന ആ ഒരു പുതിയ ടെക്നോളജി ക്യാമറ കാണുന്ന കളറല്ല, ഒരു യെല്ലോയിഷ് ടോണാണ് ഈ പറഞ്ഞ ഈ ഒരു ഷോട്ടിന് കൊടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. കോഴിക്കോട്ട് മംഗലാപുരം മെയിൽ വഴി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച മുരളി എല്ലാ വാതിലും ഏതെങ്കിലും ഒരെണ്ണം തുറന്നു. പറ്റിക്കും അല്ല, അങ്ങനെയാ മുട്ടിക്കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും വാതിൽ നമ്മുടെ ലൈഫിലാണ് തുറക്കും. മുട്ടിക്കൊണ്ടേയിരിക്കുക. മുട്ടിയില്ല, തുറന്നില്ലാന്ന് തിരിച്ചു കൊടുക്കും. മുട്ടിക്കൊണ്ടേയിരുന്നോളാം. നമ്മുടെ ആവശ്യമായി പോയില്ലേ. സെയിം വിനീത് ശ്രീനിവാസിന്റെ യൂഷ്വൽ പടത്തിലുണ്ടാകുന്ന എല്ലാ ക്യാരക്ടേഴ്സിലും ഉണ്ട്. ധ്യാൻ ഉണ്ട്, നമ്മുടെ അജു വർഗീസ് ഉണ്ട്, പഴയ നിറക്ക്. എനിക്ക് ഹൃദയത്തിന്റെ അതേ സെയിം കാസ്റ്റിന് ഇതിലും വന്നത്. നമ്മുടെ ഈ പറയുന്ന ആ ഒരു സെൽവ, ആ ഒരു ക്യാരക്ടർ ഇതിലുണ്ട്. എന്തോ കാണാം. വർഷങ്ങൾക്ക് ശേഷം അതായത് സിനിമക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ഒരു സിനിമയിൽ അഭിനയിക്കണം, പത്രം കണ്ടില്ല അങ്ങനെ മനസ്സിലായി. ഒരു സിനിമക്ക് അഭിനയിക്കണം, ഒരു എന്താ പറയുക, ആർട്ടിസ്റ്റ് ആകണം എന്നുള്ള കോൺസെപ്റ്റാണ് എല്ലാവർക്കും എന്നുള്ളത് തോന്നുന്നു. ധ്യാനിൽ കുറച്ച് ഡെപ്ത് ഉള്ള ക്യാരക്ടറിനെ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു കളി തമാശ മാത്രമല്ല, കുറച്ച് സീരിയസ് ക്യാരക്ടർ ധ്യാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ധ്യാൻ ചിലപ്പോൾ ഒരു ആക്ടർ ആവാനും നമ്മുടെ പ്രണവ് മോഹൻലാൽ ഒരു സിംഗറോ അല്ലെങ്കിൽ മ്യൂസിക് പാഷനേറ്റ് ആയിട്ടുള്ള ആ റോള് ചെയ്യാനായിരിക്കും ചാൻസ് ഉള്ളത്. കാരണം നമ്മുടെ പ്രണവിൻ്റെ ആ ഒരു ഷോട്ടുകൾ കാണിക്കുമ്പോൾ എപ്പോഴും പുള്ളിക്കാരൻ ആ ഒരു പാട്ട് പാടുന്ന ഷോട്ടുകൾ കാണിക്കുന്നുണ്ട് റെഫറൻസ് ആയിട്ട്. ആക്ഷൻ സിനിമയെ കുറിച്ച് വിവരമുള്ള ഡയറക്ടർമാർ ചർച്ചകൾ ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ എന്റെ അപ്പം 30 സെന്റ് സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടില്ലേ, കിളക്ക്. ഇതാരാണ്? വിനീത് ശ്രീനിവാസൻ റിട്ടേൺ. കട്ട് കട്ട് കട്ട്. ഓ ഷോട്ട്. ഓക്കെ. വൈശാഖ് സുബ്രഹ്മണ്യൻ അതാണ് പ്രൊഡ്യൂസർ. വർഷങ്ങൾക്ക് ശേഷം മേരിലാൻഡ് സെയിം ആ ഒരു ടീം തന്നെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു
ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാൽ ഒരു സിംഗിങ്, എല്ലാവരും ഒരു ഫിലിം ബേസ്ഡ് ആണ് പടം. ഒരു ആക്ടർ, സിംഗർ, അല്ലെങ്കിൽ ഫിലിമിൽ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കാം കാണിക്കുന്നത്. അവരുടെ ഒരു റീയൂണിയനും ഇതിൽ കാണിക്കുന്നുണ്ടാകും. കോളേജ് ടൈമിൽ നിന്ന് അവർ പിരിഞ്ഞ് പിന്നെ അവർ റീയൂണിയൻ ചെയ്യുന്ന ആ ഒരു കാര്യവും, അല്ലെങ്കിൽ അവർ സിനിമ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും അങ്ങനെയും ആവാം. April 11th റിലീസുണ്ട് വേൾഡ് വൈഡ്. കൊള്ളാം, അടിപൊളി. കല്യാൺ ജൂലിയസ് എന്തെങ്കിലും പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായത് നമ്മുടെ പ്രണവ് ഒരു ആക്ടർ ആവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു ആക്ടർ ആവുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ലൈഫിലുണ്ടാകുന്ന ഇൻസിഡൻറ്റ്, അതേപോലെ ആ കോളേജ് ടൈമിനെ വിട്ടുപോയിട്ട് പിന്നെ അവർ ഒന്നിക്കുന്ന ആ സമയത്ത് അവർക്ക് ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സിനിമയുടെ പുറകിൽ അവർ ചെയ്യുന്ന ആ ഒരു സ്ട്രഗിള് നമ്മുടെ ബേസിൽ ജോസഫ് ഡയറക്ടറൊക്കെ ആയിട്ടാണ്. സോ അങ്ങനത്തെ നമ്മൾ കാണാത്തൊരു എന്താ പറയുക ഒരു ഫേസ് ഉണ്ട് സിനിമക്ക്. നമ്മുടെ ഈ പറഞ്ഞ കണ്ണൂർ സ്കോഡിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലെ വർക്ക് കാണിച്ചുകൊണ്ട് ഒരു മമ്മൂട്ടി കമ്പനിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. സോ അങ്ങനത്തെ ഈ ആൾക്കാരുടെ കഷ്ടപ്പാടും ബാക്കി അവരുടെ ആ സ്ട്രഗിളും അവരോട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടൊരു സിനിമ ആയിരിക്കാം ഈ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് തോന്നുന്നുണ്ട്. സോ ഇതിൽ കുറച്ച് ഡെപ്തായ ക്യാരക്ടേഴ്സും അതേപോലെ അത്യാവശ്യം നല്ല തുടക്കം കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ചാൻസ് ഉള്ളത്. സോ ഈ ഒരു ട്രെയിലർ നിങ്ങൾ എന്തായാലും കാണുക. ഇനിയും ഇതേപോലെ ട്രെയിലർ റിയാക്ഷൻസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യു ബിൻ സേവിയ ഫ്രം AXMR. സോ പീസ്.